ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഹെൽസിങ്കിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഐലൻഡ് കണ്ടു കഴിഞ്ഞ് നമുക്ക് ഹെൽസിങ്കി ബാക്കിയും കൂടി കവർ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഹെൽസിങ്കിൽ തന്നെയുള്ള മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു കത്തീഡ്രലാണ്. ഈ ഒരു കത്തീഡ്രൽ ഹെൽസിങ്കിയിലെ മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഫിൻലാൻഡിൽ നാഷണൽ സെയിൻറ്റ് ലൂസി ഡേ സെലിബ്രേഷൻ നടത്തുന്നതും ഈ ഒരു കത്തീഡ്രലിലാണ്. ഭയങ്കര വലിയൊരു കത്തീഡ്രലാണ് ഇത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ അകത്തത്തെ ഓരോ കൊത്തുപണികളും കാണാനായിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ക്രിസ്മസ് മാർക്കറ്റും ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ. ഇനി നമ്മൾ അടുത്തതായിട്ട് സിബിലിയസ് മൊണ്യുമെൻ്റ് കാണാൻ വന്നേക്കുകയാണ്. ഇപ്പം 2 മണിയായിട്ടുള്ളൂ, പക്ഷെ ഇപ്പം തന്നെ ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി നടക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുള്ള് സ്നോയാണ്. ആ ദൂരത്ത് കാണുന്നതാണ് സിബിലിയസ് മോണ്യുമെന്റ്. ഈ ട്രീ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഫുള്ള് സ്നോയാണ് അതിൻ്റെ അകത്ത്, ഒരില പോലും ഇല്ല. ഇതാണ് സിബിലിയസ് മോണ്യുമെന്റ്. ഇതിൽ 600 ഹോളോ സ്റ്റീൽ പൈപ്സ് വേവ് ലൈക്ക് പാറ്റേണിൽ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഫിൻലാൻഡിലെ ഹെൽസിങ്കിയിലെ ടോളോ ഡിസ്ട്രിക്റ്റിലുള്ള സിബിലിയസ് പാർക്കിലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഫുള്ള് ഗോൾഡൻ കളറാണ്. ഇത് പോണ്ടാണ്, അത് ഫുള്ള് ഫ്രീസായിട്ട് കിടക്കുകയാണ്. അതിന് ചുറ്റും ഒരു കെട്ടി വെച്ചിട്ടുണ്ട് ആരും അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനായിട്ട്. ഇപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ഹെൽസിംഗ് ഫോൾസിലേക്ക് തിരിച്ചു വന്നു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ബസ് ഇട്ടേക്കുന്നതും. ഇപ്പം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. ഇപ്പം രാവിലത്തേതിൽ നല്ല തണുപ്പായിട്ടുണ്ട് ഈവനിങ് ആയപ്പോഴേക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ ഗ്ലൗസ് പോലും ഊരാൻ പറ്റത്തില്ല, കാരണം നല്ല വേദനയായിരിക്കും, അത്രയ്ക്ക് തണുപ്പാണിപ്പം. Stockmanns-Gundar deltog i skapandet av årets sagofönster genom att svara på en enkät med 100. ഇപ്പം ഏകദേശം ഒരു 8:30 കഴിഞ്ഞു കേട്ടോ. 9 മണിക്കാണ് ബസ്സിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യാൻ അവർ പറഞ്ഞിരുന്നത്. ഇനിയിപ്പം നമുക്ക് ബസ്സിൽ കയറാം. ഇപ്പം രാവിലെ ഒരു 7 മണിയായേ. 10 മണിയാകുമ്പോൾ ഓലു എന്ന സ്ഥലത്തെത്തുമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ ഓലു എന്ന സ്ഥലത്തെത്തി. തിരിച്ച് 11 മണിയാകുമ്പോൾ ബസ്സിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു ടൈം തന്നെയൊക്കെയാണ് ഇവിടെ. ഇവിടെ നമുക്കൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൾപ്ചർ കാണാനാണ് ഇപ്പം പോകുന്നത്. 1987 ശില്പിയായ കാർലോ മെക്കോണനാണ് ആ ഒരു സ്കൾപ്ചർ നിർമ്മിച്ചത്. ടോറി പൊള്ളീസി എന്നാണ് ഈ ഒരു സ്കൾപ്ചറിൻ്റെ പേര്. നല്ല ഹൈറ്റാണ് ഈ ഒരു സ്കൾപ്ചറിന്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഫിൻലാൻഡിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊവാനീമി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളീ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. 2 സൈഡും ഫുള്ള് മഞ്ഞു മൂടി കിടക്കുകയാണ്. ഫിൻലാൻഡിലെ ഒരു സിറ്റിയും ലാപ്ലാൻഡിൻ്റെ ക്യാപിറ്റലുമാണ് റൊവാനീമി. രാജ്യത്തിൻ്റെ വടക്കൻ ഉൾഭാഗത്ത് ആർട്ടിക് സർക്കിളിനടുത്താണത് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് കേട്ടോ നമ്മുടെ സാന്റാക്ലോസ് വില്ലേജും സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെയാണ്. നല്ല സൂപ്പർ സ്ഥലമായിരിക്കും കേട്ടോ. ഈ ഒരു യാത്രയിൽ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്നതും ഈ ഒരു സ്ഥലത്തേക്ക് പോകാനാണ്.
ഒരു 2 മണിയായപ്പോഴേക്കും നമ്മൾ റൊവാനേമി എത്തിയേ. ഇവിടെ തന്നെയാണ് ഒരു റൂം എടുത്തേക്കുന്നതും. ഇനി നമ്മൾ റൂമിലേക്കായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 8 മണിയാകുമ്പോഴേക്കും നോർത്തേൺ ലൈറ്റ് കാണാൻ പോകാമെന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. നല്ല അടിപൊളി റൂമാണ് കേട്ടോ. നല്ല സൗകര്യമൊക്കെയുള്ള നല്ല വലിപ്പമുള്ള റൂമാണ്. ഇനി നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാവേ. അതുമാത്രമല്ല, ഞങ്ങളിപ്പം രാത്രിയിലത്തെ ഡിന്നറും കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഡിന്നറും കഴിക്കാനായിട്ട് പോവാം. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല്. ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് റെയിൻഡിയറും മൂസ് അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡാണേ. നമുക്ക് പോയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ഹോട്ടലിന് ചുറ്റും കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷേ എവിടെ കയറണമെന്ന് അറിയാൻ പാടില്ല. ഫുള്ള് ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുവാണ്. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നോക്കാവേ. നമ്മളിപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് മ്യൂസിൻ്റെ ഡിഷാണേ. ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റെയിൻഡിയറിൻ്റെ ഡിഷാണേ. അതിനകത്ത് മാഷ്ഡ് പൊട്ടറ്റോയും ഉണ്ട്. ഇത് മഷ്റൂം സൂപ്പുമാണ്. എനിക്ക് ഈ 3 ഡിഷും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണേ. ഇത് കണ്ടോ, ഇത് റെയിൻഡിയറിൻ്റെ കൊമ്പാണേ. ഇത് ഒറിജിനൽ ആണ്. നല്ല ബലമുണ്ട് കേട്ടോ. നല്ല കട്ടിയുണ്ട് ഈ ഒരു കൊമ്പിന്. ഇത് റെയിൻഡിയറിൻ്റെ സ്കിന്നാണേ. ഇതിവർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡെക്കറേഷനും അതുപോലെ തന്നെ ഇവർക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് 8 മണിയാകുമ്പം നോർത്തേൺ ലൈറ്റ് കാണാനായിട്ട് പോകാം. ഇനി നമുക്ക് നോർത്തേൺ ലൈറ്റ് കാണാൻ പോകാം. ഈ പോകുന്ന വഴിക്കാണ് കേട്ടോ സാന്റാക്ലോസ് വില്ലേജ്. അതാണ് സാന്റാക്ലോസ് വില്ലേജ്. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതും ഈ ഒരു സാന്റാക്ലോസ് വില്ലേജിൽ വരാനാണ്. നമ്മൾ നാളെ അവിടെ ആയിരിക്കും കേട്ടോ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ നോർത്തേൺ ലൈറ്റ് കാണാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് ക്ലൗഡി വെതറാണ്. ഇവിടെ കുറേ പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നാളെ ഒന്നും കൂടി വന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പം തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.